അവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖട്ടോ. എന്നാൽ എങ്ങനെ നമ്മളത് ഉണ്ടാക്കുക നോക്കുക. ഇത് വറുത്തെടുത്ത ചക്കക്കുരുവാണ് കേട്ടോ. പഴുത്ത ചക്കൻ്റെ കുരുവാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് ഉരലിലിട്ട് ചക്കരയും തേങ്ങയും കൂട്ടി ഇടിക്കലായിരുന്നു. ഉരലൊന്നും മണ്ണായി കിടക്കുകയാണ്. അപ്പം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കറക്കിയെടുക്കുക. നല്ലോണം ഇതാണ്ടട്ടെ, ചെറിയ തരി തരി കടിക്കാൻ അങ്ങനെ വേണം. അപ്പോൾ അതിൻ്റെ രസം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കട്ടെ. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഒരു പുട്ട് പോലെ ഇങ്ങനെ പുട്ടിൻ്റെയൊക്കെ ഇതിലിങ്ങനെ ഉതിർത്തി ചക്കര പുട്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും. നമ്മളെ ശർക്കര മിക്സിയിലിട്ടാണ് കറക്കി നോക്കി. അപ്പോൾ അത് അലിഞ്ഞു പോയി, ആകെ പേസ്റ്റ് പോലെ ആയി. കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. ശർക്കര തണുപ്പായതുകൊണ്ടാവും. കുഴപ്പമില്ല, അതിലിട്ട് ഇളക്കിയാൽ മതി. ഇത് ലഡുവാണെങ്കിലും ആക്കട്ടോ. ഉരുട്ടിയാൽ ലഡു പോലെയാവും. ലഡു ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ുള്ള തേങ്ങയാണ് ഇട്ടത്. തേങ്ങ ചിരണ്ടാൻ മടിച്ചിട്ട് പൂണ്ടെടുത്തിട്ടാണ്. ശർക്കര കൊണ്ടുവന്നിട്ട് കുറച്ച് കരിഞ്ഞ് കറക്കിയൊക്കെ കരിഞ്ഞ് പാത്രത്തിൽ ആക്കട്ടെ. ഇതിലിട്ട് ഇളക്കാൻ കഴിയൂല. പൊടിച്ചപ്പോൾ തോനുണ്ടായിക്കാണ്. ചക്കക്കുരൊക്കെ പൊടിഞ്ഞ് വന്നപ്പോൾ നല്ല തോന കൂടിക്കണം. നല്ല രസം കേട്ടോ. ചക്കക്കുരു എന്നുള്ള പോലെ ആരും കളയണ്ട. കുട്ടികളെ മുന്നിക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടത്. നല്ല രസം ഉണ്ടായിന്. പിന്നെ ഏലക്കായ് കുത്തി പൊടിച്ച് അതിൻ്റെ പൊടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉച്ചക്കൊക്കെയുള്ള ഫുഡാണിത്. ചക്കക്കുരു കറി. ചക്കക്കുരു തന്നെയാണ് കറി. കരിമീൻ തലയും ചക്കക്കുരു കറി. ചക്കക്കുരു കറിയാണ്. കേബേജ് ഉപ്പേരി, മോര് കറിവേപ്പും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് മിക്സിയിലിട്ടടിച്ചത്. ഉണക്കലും ഇത്രയൊക്കെ തന്നെ. വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. മുഴുവനായി കാണുമാണ്. അതാ കണ്ടോ, നമ്മളെ കട്ടൻ ചായൻ്റെ കൂടെ നമ്മളിത് കഴിക്കണത്. കണ്ടിട്ട് തന്നെ നല്ല രസമല്ലേ? കഴിക്കാൻ അതിലേറെ രസം. ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടി ചക്കക്കുരു പൊടിച്ചു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല കഴിക്കുന്നുണ്ട്.